ക്ലാസ്സിലേക്ക് സ്വാഗതം. മുൻപ് പറഞ്ഞ പോലെ ഒരു യാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടാവും. എങ്കിലും ഇത് ചിലരെ സംബന്ധിച്ചിട്ട് ഇതൊരു അന്വേഷണത്തിന്റെ വഴി കൂടിയാണ്. താങ്കളെ സംബന്ധിച്ച് ഈ യാത്ര എവിടും തുടങ്ങുന്നു? എന്തിനു വേണ്ടിയാണ് ആദ്യകാലങ്ങളിലൊക്കെ യാത്ര ചെയ്തു തുടങ്ങുന്നത്? ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ പല സ്വാധീനങ്ങളും ചെലുത്തിയിട്ടുണ്ട്. ഇപ്പൊ തിമിർത്ത് പെയ്യുന്ന മഴയത്ത് നമ്മൾ കളിച്ചുല്ലസിച്ചിട്ടുണ്ട്. നടുക്കുന്ന ഇടിവെട്ടലും മിന്നലും ഒക്കെ നമ്മൾ ഭീതി ഉളവാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ കാർമേഘം ശകലങ്ങൾ ആകാശത്ത് കാണുമ്പോൾ, ആകാശം അങ്ങനെ വിങ്ങിപ്പൊട്ടി നിൽക്കുമ്പോൾ നമ്മുടെ പിരിമുറുക്കങ്ങൾക്ക് മാക്കം കൂടിയിട്ടുണ്ട്. അതെ, അത് പെയ്തു തീരുമ്പോൾ അതുപോലെ തണുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കാം. എന്റെ ഈ യാത്ര ചെയ്യുക എന്നുള്ള സ്വഭാവവും ഞാനിപ്പോ ആരാണോ ആ സ്വഭാവത്തെയൊക്കെ പരിണമിപ്പിച്ചെടുത്തത്, സ്വാധീനിച്ചത് ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളാണ്. അത് നമ്മളെ എല്ലാം ബാധിക്കാറുണ്ട്. നമ്മുടെ മഹാനായ കവി വയലാർ തന്നെ വളരെ സുന്ദരമായ ഒരു കവിതയിലൂടെ, പലരും ശ്രദ്ധിച്ചിരിക്കാനിടയില്ല, ഒരു കുട്ടിയുടെ മനസ്സിൽ ആ കുട്ടി വളർന്നു വരുമ്പോൾ, പിന്നെ ഗ്രോണപ്പ് ആകുമ്പോൾ ഉണ്ടാകുന്ന ആ വ്യത്യാസം, ചേഞ്ച് പ്രതിഫലിപ്പിക്കുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഒരു തുള്ളി രക്തമാണെന്ന് തോന്നുന്നു. ആദ്യം ആ കുട്ടി അന്തി ചുമപ്പ് കണ്ടാണ് ഞെട്ടുന്നേ. അമ്മ ഇറയത്തിരുത്തിയിട്ട് പോകുന്നു, ആരും ഇല്ലാതെ ആകാശത്തേക്ക് നോക്കുമ്പോൾ അന്തി ചുമപ്പ് ചുവന്ന ആകാശം കാണുമ്പോൾ ഞെട്ടുന്നു. ജീവിതത്തിലെ ആദ്യത്തെ ഞെട്ടൽ അതാണെന്ന് ആ കവി പറയുന്നത്. രണ്ടാമത്തെ കവിയുടെ ഞെട്ടൽ ഏതാ? ഒരു സമസൃഷ്ടി സ്നേഹം, ജീവജാലങ്ങളോടുള്ള സ്നേഹം. കശാപ്പുകാരന്റെ കടയിൽ തൂങ്ങുന്ന ഇറച്ചി, ചോരപുരണ്ട ഇറച്ചി കഷ്ണം. ഇതാണ് കവിയില് രണ്ടാമത്തെ ഞെട്ടൽ. മൂന്നാമത്തെ മാറ്റമോ കവിയിൽ സാമൂഹ്യ നീതിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഒരു മാറ്റത്തിന് വേണ്ടി, സമൂഹത്തിലെ പരിവർത്തനത്തിന് വേണ്ടി നിൽക്കുന്ന രക്തസാക്ഷികളെ രക്തത്തിലാണ് വീണ്ടും ഞെട്ടുന്നത്. അപ്പൊ പ്രകൃതിയിൽ തുടങ്ങി സമസൃഷ്ടി സ്നേഹത്തിൽ, ജീവജാലങ്ങളുടെ സ്നേഹത്തിലെ ഞെട്ടലിലൂടെ വളരെ ഉദാത്തമായ ഒരു സ്ഥിതിയിലേക്ക് കവി എത്തുന്നത് ഈ പ്രകൃതി പ്രതിഭാസങ്ങൾ അടുത്തറിഞ്ഞുകൊണ്ടാണ്. എന്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റങ്ങളും, ഞാനൊരു സംഘടനാ പ്രവർത്തനം കൂടിയായിരുന്നു, അതൊക്കെ ഈ പ്രകൃതിയെ അറിയാൻ ശ്രമിച്ചതിന്റെ ഭാഗമെന്ന നിലയിൽ, കുട്ടിക്കാലം മുതൽ അറിയാൻ ശ്രമിച്ചതിന്റെ ഭാഗമെന്ന നിലയിലുണ്ടായതാണ്. അന്വേഷണത്തിലുപരി സാഹസികതയായിരുന്നു ഇത്തരം യാത്രകൾക്ക് പ്രചോദനമായി. സാഹസികതയായിരുന്നു. ഞാൻ ജനിച്ചത് പാച്ചല്ലൂർ എന്നുള്ള ഒരു ദേശത്താണ്, കോവളത്തിന് അടുത്ത്. എന്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ ഒരു മല കാണാം, അത് ചൊക്കങ്കാവെന്ന് പറയും. ആ മലയ്ക്കപ്പുറം ലോകത്തിന്റെ അവസാനം എന്നായിരുന്നു ഒരു 6 വയസ്സുകാരന്റെ ധാരണ. ഞാൻ അത് വലിഞ്ഞു കയറി ഒരു ദിവസം, ആരും അറിയാതെ. നോക്കിയപ്പോ വീണ്ടും ലോകം പരന്നു കിടക്കുക, മോളിച്ചെന്ന് പിന്നെയും അവസാനിക്കുന്നില്ല. അതായിരുന്നു എന്റെ സാഹസികമായ ആദ്യ മലകയറ്റം. മാത്രമല്ല ഒരു അന്വേഷണം കൂടി ഉണ്ടായത്. ഇനിയുമുണ്ടല്ലോ സ്ഥലം എന്നുള്ള രീതി. 6 വയസ്സിന്റെ ജിജ്ഞാസ എന്നെ കൊണ്ടെത്തിച്ചത് അതിന്റെ നെറുകയിലാണ്. പിന്നീട് ഞാൻ നിരവധി യാത്രകൾ, പഠിക്കുന്ന കാലത്തും ജോലി കിട്ടിയതിനു ശേഷവും, ഞാനിപ്പോ സെക്രട്ടേറിയറ്റിലെ ഒരു ജീവനക്കാരനാണ്. സെക്രട്ടേറിയറ്റിലെ ഇതിന് താല്പര്യമുള്ള ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് ഈ സഖ്യപർവ്വതത്തിലെ നിരവധി മനോഹരങ്ങളായ പ്രകൃതി രമണീയമായ, ഈ സ്ഥലം എന്താണ് ഉദ്ദേശിക്കുന്നത്? ചിത്രത്തിൽ വന്നിരുന്നത്, അത് കൈലാസം. നമുക്ക് അതിലോട്ടൊക്കെ പിന്നെ വരാം. ഈ പ്രകൃതി രമണീയമായ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളുടെ ഒരു ബാച്ച് പോയിട്ടുണ്ട്. ഞങ്ങളുടെ മിക്കവാറും സെക്രട്ടറിയിൽ 100-200 പേരെ ഈ പ്രകൃതിയുടെ ഭാവങ്ങളുമായി ബന്ധപ്പെടുത്തുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അഗസ്ത്യാകൂടമൊക്കെ 9 തവണ കയറിയിട്ടുണ്ട്. ഹിമാലയത്തിന് തെക്കെ ഏറ്റവും ഉയർന്ന പീക്കാണ്, കൊടുമുടിയാണ് ആനമുടി. 3 പ്രാവശ്യം കയറാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. നമ്മുടെ ഈ പുരാണങ്ങളിൽ പറഞ്ഞു കേട്ടത്, കുട്ടിക്കാലം മുതൽ പുരാണങ്ങൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പുരാണങ്ങളുടെ ആ സംഭവവികാസങ്ങൾ, പുരാണങ്ങളിൽ പറയുന്ന കഥകൾ അതേപടി വിശ്വസിക്കുകയാണെങ്കിൽ അതിന്റെ ഭാവവും
ആ ഭാവനയുടെ ആ അത്ഭുതകരമായ അവസ്ഥയും ഒന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ വരും. വെറും വിശ്വാസത്തിന്റെ പേരിൽ നമ്മൾ കൈലാസം എന്നിപ്പോ പറഞ്ഞല്ലോ, കൈലാസത്തിന്റെ സദേൺ ഫേസാണ് നേരത്തെ കണ്ടത്. ആ കൈലാസം ഉണ്ടായിരുന്ന കൈലാസം ശിവപാർവതിമാരുടെ സ്ഥലമാണ്. ശിവപാർവതിമാരാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. ശിവപാർവതിമാരെ കാണാൻ ദേവന്മാർ പോലും വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ അവസാനത്തെ സ്റ്റോപ്പ്, ലാസ്റ്റ് സ്റ്റോപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത് അപ്പടി വിശ്വസിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു പ്രതിഭാസം അപ്പടി വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ആ പുരാണങ്ങളുടെ ഭാവഗാംഭീര്യവും അതിന്റെ ആ എന്താ പറയാ ആ ഒരു ഈ തലമുറകളിലൂടെ കൈമാറി വന്ന് സ്ഫുടം ചെയ്തെടുത്ത പ്രകൃതി നിരീക്ഷണ പാഠവും നമ്മൾ കാണാതെ പോകും. അതുകൊണ്ട് ഞാൻ ഈ കൈലാസ യാത്ര എന്ന് തീരുമാനിച്ചത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഈ പുരാണ കഥകളിലെല്ലാം എന്നിൽ ഉളവാക്കിയ ഒരു ഭാവമുണ്ടല്ലോ, ആ ഭാവം അപ്പടി വിശ്വസിക്കാതെ ഇതെന്താണെന്നുള്ള ഒരു അന്വേഷണം എന്നുള്ള രീതിയിൽ മിത്തിന്റെയും യാഥാർത്ഥ്യങ്ങളുടെയും അതിർവരമ്പുകൾ തിരിച്ചറിയാൻ കഴിയുമോ, എത്രത്തോളം സത്യമുണ്ടെന്നറിയാം. സത്യമുണ്ടെന്നുള്ള അറിയാം. അവിടെ ചെന്നപ്പോഴുള്ള അനുഭവം എന്തായിരുന്നു? ഒരു തിരുവോണ ദിവസം 1997 തിരുവോണ ദിവസം സെപ്റ്റംബർ 14 തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് കൈലാസത്തിന്റെ ഏറ്റവും ഹയസ്റ്റ് സ്പോട്ടായ ഡോൾമ പാസിൽ ഞാൻ നിൽക്കുകയാണ്. ഡോൾമ മീൻസ് സാൽവേഷൻ, മുക്തി. ടിബറ്റിൽ, ചൈനയിലാണല്ലോ അത്. ടിബറ്റിൽ ഡോൾമ എന്ന് പറഞ്ഞാൽ സാൽവേഷൻ, മുക്തി. ആ പാസിൽ ഞാൻ നിൽക്കുകയാണ്. കൈലാസ ശൃംഗം ഇപ്പുറത്ത് കാണാം, സദേൺ ഫേസ്, അതിന്റെ നോർത്തേൺ ഫേസ്. വളരെ ഈ ഒരു ഐസ് ക്രിസ്റ്റൽ പോലെ അനാദികാലം മുതൽ ഉരുകാത്ത മഞ്ഞുമായി നിൽക്കുന്ന കൈലാസ ശൃംഗം. ഇപ്പുറത്ത് ആക്സ് ഓഫ് കർമ്മ, കർമ്മത്തിന്റെ ആക്സ് എന്ന് പറയുന്നുള്ള രീതിയിൽ ഒരു മലനിരകൾ. ഇതിന്റെ നടുക്കാൻ ഞാൻ ഈ ഡോൾമ പാസിൽ നിൽക്കുന്നത്. ഒരു നിർവചിക്കാൻ കഴിയാത്ത ഒരു അനുഭൂതിയാണ് എനിക്ക് അന്നുണ്ടായത്. കാരണം ഞാൻ യാത്ര തിരിച്ചത് എവിടെ നിന്നായിരുന്നെന്ന് അറിയാമോ? കന്യാകുമാരിയിൽ നിന്നാണ്. 3 സമുദ്രങ്ങളും ഒന്നിച്ചു ചേരുന്ന ആ സ്പോട്ടിൽ നിന്ന് പ്രകൃതിയുടെ മറ്റൊരു ഭാവമായ കൈലാസത്തിലേക്കായിരുന്നു യാത്ര. ഈ 2 ഭാവങ്ങളും അന്ന് കന്യാകുമാരിയിൽ നിൽക്കുമ്പോൾ ആഴിയുടെ അഗാധതയിലേക്ക് നോക്കുമ്പോൾ എന്റെ മനസ്സിൽ കാണാൻ പോകുന്ന ഹിമഗിരി ശൃംഗങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് ഹിമഗിരി ശൃംഗം എന്റെ കണ്ണു മുമ്പിൽ നിൽക്കുമ്പോൾ ആഴിയുടെ അഗാധതയിലേക്ക് ഞാൻ പോയി. ഈ 2 ഭാവങ്ങളും ഒരേ സമയം മനസ്സിൽ ഉയർന്നു വന്നു. പ്രകൃതിയുടെ മാത്രം ഒരു ഭക്തി പാരവശ്യത്തോടു കൂടി കണ്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു അവസ്ഥാവിശേഷം എന്റെ മനസ്സിലുണ്ടാകില്ലായിരുന്നു. ഒരു നിസ്സഹായ അവസ്ഥ എനിക്ക് തോന്നി. കാരണം അവിടെ വെച്ച് എന്ത് സംഭവിക്കാം? കാരണം ഓക്സിജൻ കണ്ടന്റ് കുറവായ സ്ഥലമാണ്. നമ്മൾ കയറുമ്പോൾ തന്നെ 19,500 ഫീറ്റാണ്, 19,500 അടി ഫീറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ ആനമടിയുടെ ഉയരം, ഹിമാലയത്തിന് തെക്കുള്ള ആനമടിയുടെ ഉയരം 8,000 അടിയാണ്. അപ്പൊ അതിന്റെ ഇരട്ടിയിൽ കുറച്ച് അധികമുണ്ട്. 19,500 അടി ഉയരത്തിൽ നിന്നുകൊണ്ട് ഒരു നിസ്സഹായതാവസ്ഥ, ഓക്സിജൻ കണ്ടന്റ് കുറവ്. കയറി വന്നത് ഈച്ച് ആൻഡ് എവരി സ്റ്റെപ്പ് 6 ടൈം ബ്രീത്തിങ്ങോട് കൂടിയാണ്. ഓക്സിജൻ കണ്ടന്റ് കുറവാകുന്ന ബ്രീത്തിങ് എടുക്കാൻ കുറച്ച് പ്രയാസമാണ്. കരുതൽ നടപടികൾ ഉണ്ടാകും. ഒരു എത്ര പേരുണ്ടാവും സംഘത്തിൽ? സംഘത്തിൽ അന്നുണ്ടായിരുന്നത് 15 പേരാണ്. 30 പേര് സംഘത്തിലുണ്ട്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് 30 പേര് ഇറങ്ങുന്ന സംഘം ചൈനയിൽ, ടിബറ്റിൽ തക്ലാക്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നാൽ കൈലാസ് പരിക്രമണത്തിന് വേണ്ടി, അതായത് കൈലാസം ചുറ്റുന്നതിന് വേണ്ടി 15 പേരടങ്ങുന്ന സംഘം അതിന്റെ ബേസ് ക്യാമ്പായ, കൈലാസ് പരിക്രമണത്തിനുള്ള ബേസ് ക്യാമ്പായ ടർച്ചനിലേക്ക് പോകും. അവശേഷിക്കുന്ന 15 പേര് മാനസ സരസ പരിക്രമണത്തിന് വേണ്ടി, അത് ചുറ്റുന്നതിന് വേണ്ടി ഹോറെ എന്ന സ്ഥലത്തേക്ക് പോകും. ഈ 2 സ്ഥലങ്ങളിൽ തമ്മിൽ 40 കിലോമീറ്ററുള്ള വ്യത്യാസം, അകലമുണ്ട്. അവിടത്തേക്ക് പോകും. അതങ്ങനെ പോകുന്നത് ഈ ക്യാമ്പുകളിലെല്ലാം കൈലാസ് പരിക്രമണത്തിന് ചൈനീസ് അതോറിറ്റീസ് ഒരുക്കിയിരിക്കുന്ന ക്യാമ്പുകളിലെല്ലാം 15-ലധികം ആൾക്കാർക്ക് അക്കോമഡേഷൻ നൽകാൻ കഴിയില്ല. അതുകൊണ്ടാണ് 15 പേര്
നിജപ്പെടുത്തി 15 പേര് മാനസസരത്തിലേക്ക് പോകുമ്പോൾ 15 പേര് കൈലാസത്തിലേക്ക് പോകും. മാനസസരത്തിൽ പോയ ആൾക്കാർ കൈലാസത്തിലേക്ക് വരുമ്പോൾ കൈലാസത്തിലേക്ക് പോയ ആൾക്കാർ മാനസസരത്തിൽ. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത്ര പേര് യാത്ര ചെയ്യുമ്പോൾ ഇത്ര പ്രഷർ ഉപയോഗിക്കാവുള്ളൂ അങ്ങനെയൊക്കെ കൊണ്ടോ ഈ നടക്കുന്ന പാതയിലൂടെ? ഇപ്പം മഞ്ഞ് ഉരുകാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയുള്ള പ്രഷർ കുറെ സംഘം ഒന്നിച്ചു പോയാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം അതിർത്തി കിടക്കുന്നത് ഈ യാത്രയിൽ നവീഡോങ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് നമ്മള് അതിർത്തിയിലെ ലാസ്റ്റ് ക്യാമ്പ്. അവിടെ നിന്ന് നമ്മള് ലിബു ലേക്ക് പാസ് അതിർത്തി, ഇൻഡോ ചൈന അതിർത്തിയിലെ നോമാൻസ് ലാൻഡിലൂടെ കടന്ന് ഇൻഡോ ചൈന അതിർത്തിയിൽ വന്ന് അത് കടക്കുന്ന ലിബു ലേക്ക് പാസ്. ആ അതിർത്തി കടക്കുന്നതിന് വേണ്ടി ഞങ്ങള് രാത്രി 1:30 മണിക്ക് കഴിച്ച് തിരിക്കും. കാരണം അങ്ങനെ തിരിക്കുന്നതിന് കാരണം ഈ ലിബു ലേക്ക് പാസ് സൂര്യതാപം ഏൽക്കുന്നതിന് മുമ്പ് കടക്കണം. സൂര്യതാപം ഏറ്റുകഴിഞ്ഞാൽ പല അപകടങ്ങളുണ്ടാകും. കാരണം ഈ മഞ്ഞുരുകി മലകളിൽ നിന്ന് വന്ന് സാധ്യതയുണ്ട്. ബ്ലിസേർഡ്സ് എന്നുള്ള ഒരു ഫിനോമിനൻ ഉണ്ട്. അതെന്താണ്? മഞ്ഞും കാറ്റും അതുപോലെ തന്നെ ഈ മഴയും ചെറിയ മഴയും ഒക്കെ കൂടെ ഒന്നിച്ചു വരും. ഒന്നിച്ചു വന്നാൽ അതിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാൻ കഴിയില്ല, തിരിച്ചും വരാൻ കഴിയില്ല. ഒരു അരമണിക്കൂർ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ബ്ലിസേർഡ്സ് എന്ന ഫിനോമിനെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ഒരു 6-7 മണിയോടുകൂടി ഈ അതിർത്തി ഈ ലിബു ലേക്ക് പാസ് കടന്ന് താഴെ തക്ലാക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തണം. ചൈനീസ് അതോറിറ്റീസ് പാസ്പോർട്ടും വിസയൊക്കെ വേണമല്ലോ. ചൈനീസ് അതോറിറ്റീസ് വന്ന് നമ്മളെ സ്വീകരിക്കുന്നത് ഈ 6-7 മണിക്ക് സമയത്തായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ 1:30 മണിക്ക് എഴുന്നേറ്റ് പോകണം. അല്ല, ഇങ്ങനെ ഇത് ഒരുപാട് റിസ്ക് ഉള്ള യാത്രകളല്ലേ. അപ്പം ഈ ഇങ്ങനെയൊക്കെ വരുമ്പോ എന്താ പറയുക, അപകടം വരാം, അസുഖങ്ങൾ വരാം. ഇതിനൊക്കെ കൂട്ടത്തിൽ ഡോക്ടേഴ്സിനെ കൊണ്ടുപോകുമോ? വൈദ്യശാസ്ത്രം അതിജീവിക്കാൻ എന്ത് മാർഗങ്ങൾ സ്വീകരിക്കും? ഉണ്ടാകും. ഈ ഇന്ത്യൻ സൈഡ് വരെ ഒരു ഡോക്ടർ ഉണ്ടാകും. പക്ഷെ ആ ഡോക്ടർ വരുന്ന ഒരു ഡോക്ടർ മാത്രം, ഡോക്ടറും വളരെ പ്രയാസപ്പെട്ടാ വരുന്നത്. പിന്നെ ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ സഹായങ്ങൾ അവിടെ ഉണ്ടാകും. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ഡോക്ടേഴ്സ് തന്നെ പല മേഖലകളിലും കാണും. മാത്രമല്ല ഗുഞ്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ഹൈ ആൾട്ടിറ്റ്യൂഡ് 10,000 അടി ഉയരത്തിലെത്തുമ്പോഴാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്ന് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന സ്ഥലമില്ല. 8,000 അടിയോ മാത്രമേ ഉള്ളൂ ആനമുടി. ഹൈ ആൾട്ടിറ്റ്യൂഡ് വെച്ച് വീണ്ടും ഒരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. ആ മെഡിക്കൽ ചെക്കപ്പിൽ അൺക്വാളിഫൈഡ് ആകുന്നവരെ തിരിച്ച് താഴ്വാരത്തിലേക്ക് വിടും. അവിടെ ITBP ഡോക്ടേഴ്സാണ് മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നത്. ഷുഗർ, അതുപോലെ തന്നെ BP, എക്സ്റേയുടെ ഇത്, പിന്നെ ട്രെഡ്മിൽ ടെസ്റ്റ്, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ, അതെല്ലാം അവിടെ വെച്ച് വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാണ്. നിങ്ങൾ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഇതെല്ലാം നോക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളെ സെലക്ട് ചെയ്യൂ. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് സെലക്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞതിന് ശേഷമാണ്. ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ ITBPയുടെ ഒരു ഹോസ്പിറ്റലുണ്ട് ഡൽഹിയിൽ, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ. അവിടത്തേക്ക് ഞങ്ങൾ വീണ്ടും പോകാൻ പറയും. അവിടെയും ഒരു തറോ ചെക്കിംഗ്, മെഡിക്കൽ ചെക്കിംഗ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഈ പ്രകൃതിയുടെ അനന്തതയിലേക്ക് അല്ലെങ്കിൽ വിസ്മയത്തിലേക്ക് ചെന്ന് കാലുകുത്തി നിൽക്കുമ്പോൾ ഉണ്ടാവും മാനസിക വികാരം എന്തായിരിക്കും ഒരു യാത്രക്കാരൻ? ഈ കൊച്ചു കേരളത്തിൽ നിന്നുള്ള കാരണം ഈ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ട്രിപ്പിൽ ഈ 30 പേരടങ്ങുന്നതിൽ ഞാൻ മാത്രമായിരുന്നു മലയാളിയായി ഉണ്ടായിരുന്നു. ഏക മലയാളി ഞാൻ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ സഹയാത്രികളെ കൂടുതൽ നിരീക്ഷിക്കാനുള്ള അവസരമുണ്ടായി. വേറൊരു മലയാളി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഒരു മിനി ഗ്രൂപ്പ് ചിലപ്പോൾ ഒരു പക്ഷേ ഫോം ചെയ്തേനെ. അതുണ്ടായില്ല. വിവിധ സംസ്കാരമുള്ളവര്, വിവിധ ഭാഷ സംസാരിക്കുന്നവര്, ഭക്തി പാരവശ്യത്തോടു കൂടി വരുന്നവർ, ഭക്തി പാരവശ്യത്തോടു കൂടി വരുന്നു. 1-2 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നെ പോലെ ഇങ്ങനെ വരുന്നവർ. ഈ പ്രകൃതി നിരീക്ഷണം ഒരു കാൺപൂർ IITയിലെ പ്രൊഫസർ ഉണ്ടായിരുന്നു, ഡോക്ടർ പരാസിനിസ്, അരവിന്ദ് പരാസിനിസ്. നമ്മുടെ ഹോം മിനിസ്റ്റർ, കേന്ദ്ര ഹോം മിനിസ്റ്റർ അഡ്വാനിയുടെ ഒരു റിലേറ്റീവ് ആണ്. പുള്ളി ഒരു നിരീശ്വരവാദിയുടെ കൈലാസ് മാനസ സരസ് യാത്ര എന്ന പുസ്തകം എഴുതുന്നതിന് വേണ്ടിയാണ് വന്നത്. ഇതെന്താണ് ഈ ചിത്രം? ഇത് ഗൗരികുണ്ട്. അതിനെന്തെങ്കിലും ഐതിഹ്യം? പാർവതി ശിവപ്രീതിക്ക് വേണ്ടി തപസ് ചെയ്ത സ്ഥലമെന്നാണ് പറയുന്നത്. ഇപ്പൊ ലോകത്ത് ഏറ്റവും ഹയസ്റ്റ് സ്പോട്ടിലുള്ള ഒരു തടാകം എന്ന് വേണമെങ്കിൽ, ഒരു കുളം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇതിപ്പോ 19,500 അടി ഉയരത്തിലുള്ളതാണ്. ഈ വെള്ളം അൾട്രാവയലറ്റ് രശ്മി ഏറ്റിങ്ങനെ കിടക്കുന്ന ആ കളറ് കയ്യിലെടുത്ത് നോക്കിയാൽ വളരെ തെളിനീരാണ്.
ശരി. വിശ്വാസികൾ ഇത് വലിയ വലിയ കന്നാസുകളിലാക്കി കൊണ്ടുപോകാറുണ്ട്. വളരെ രോഗശാന്തിക്കും ഒക്കെ നോർത്ത് ഇന്ത്യൻസ് ആണ് വളരെ കൂടുതൽ. അപ്പൊ നമ്മുടെ ആ മാനസികാവസ്ഥയിലേക്ക് തിരിച്ചു വരാം. അവിടെ ചെന്ന് JP അവിടെ ചെന്നെത്തി അവിടെ കാര്യം ഈ പറയുന്ന എല്ലാ വിശ്വാസങ്ങളുടെയും അല്ലെങ്കിൽ നമ്മുടെ അത്ഭുതങ്ങളുടെയും ഒക്കെ ആ ഒരു പ്രപഞ്ചത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിനോട് നമ്മൾ ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ മനസ്സിനോട് സംസാരിക്കും. അതെന്താണ് JP സംസാരിച്ചത്? കാരണം കുട്ടിക്കാലം മുതൽ പറഞ്ഞു കേട്ട ഐതിഹ്യങ്ങളിലൂടെ മനസ്സിലാക്കിയ ഒരു സ്ഥലത്ത് ഞാനിപ്പോ നിൽക്കുന്നു. അതെനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം. എന്റെ ഒരു സാമ്പത്തിക പശ്ചാത്തലവും അതും ഇതൊക്കെ വെച്ച് കണക്കാക്കുമ്പോൾ ഇതൊരു ഡിറ്റർമിനേഷൻ കൊണ്ട് മാത്രം ഉണ്ടായതാണ്. തീർച്ചയായും ഉണ്ടായതാണ്. അപ്പൊ അങ്ങനെ ഞാനത് ചെയ്തു, ഞാനത് നിറവേറ്റി എന്നുള്ളൊരു സംതൃപ്തിയാണ് എനിക്കുണ്ടായത്. ഈ അറിഞ്ഞ കാര്യങ്ങൾ, ഈ വിശ്വാസങ്ങളെല്ലാം പൂർണ്ണമായിട്ടും സത്യമാണെന്ന് എവിടെ ചെന്നെത്തുമ്പോ തോന്നാറുണ്ടോ? ഇല്ല, ഇല്ല. എങ്കിൽ പോയി നമുക്കത് ആശ്വസിക്കാൻ കഴിയില്ല. ഇന്ന് ഗ്രീക്ക് ദേവീദേവന്മാരുടെ അത്ഭുത ചെയ്തികൾ ആരും വിശ്വസിക്കുന്നില്ല. പക്ഷേ ആ കഥകളിൽ അടങ്ങിയിരിക്കുന്ന ഭാവനാവിശേഷം നമ്മൾ ആസ്വദിക്കുന്നു. വിശ്വസിച്ചിരുന്നെങ്കിൽ അത് പോയി ആസ്വദിക്കാൻ കഴിയില്ല. അപ്പൊ കൂടുതൽ ആസ്വാദ്യതയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ചെറിയൊരു പരിപാടിയുണ്ട് JP ഇതിനിടയ്ക്ക്. കാര്യം നമ്മളതിന്റെ ഇപ്പൊ തന്നെ നമ്മളൊരു എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. എക്സൈറ്റ്മെന്റിൽ നിന്നൊരു നമ്മുടെ ഒരു പതിവ് രീതി അനുസരിച്ച് ഒരു പരിപാടി ഇടയ്ക്കുണ്ട്. അതിനുശേഷം വീണ്ടും നമുക്ക് സഹസ്രാബ്ദ യാത്രയിലേക്കൊക്കെ മടങ്ങി